പ്രിയമുള്ളവരെ, വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഒരു ആതുര സേവന രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്ന നിലയിലും ഒരു മാലാഖയുടെ മകൻ എന്ന നിലയിലും എനിക്ക് സന്തോഷമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കറകളഞ്ഞ ഒല്ലുകാരനാണ് ഞാൻ. ഞങ്ങൾ ഒല്ലുകാർ ആദ്യം അങ്ങനെ പറയും, മാലാഖയുടെ മക്കൾ എന്നാണ് ഞങ്ങൾ ആദ്യം പറയാം. ഞങ്ങൾക്കത് കഴിഞ്ഞിട്ട് പ്രാസ്യമേ വരുള്ളൂ. അസൂയൊന്നും വേണ്ട, ഞങ്ങൾക്ക് അങ്ങനെയാണ് ഞങ്ങൾ പറയാം. പ്രിയമുള്ളവരെ, 43 വർഷം വിൻസെൻ്റ് പോൾ ഇവിടെ പൂർത്തിയാക്കുകയാണ്. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ പണ്ടത്തെ ഡോക്ടേഴ്സൊക്കെ ചിലവരുടെ പേരുകൾ, ടി.ആർ. ഡോക്ടർ അറിയോ? ഈശി ഡോക്ടർ, ജോയി ഡോക്ടർ. പനി വന്നാൽ ചുവന്ന വെള്ളം, ചുമ വന്നാലും, ഇനി വയറിളകിയാലും ചുവന്ന വെള്ളം എന്ന് പറഞ്ഞാൽ 43 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഡിസ്പെൻസറി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പള്ളിയോട് ചേർന്ന് ഉണ്ടായിരുന്നത് വിൻസെൻ്റ് പോൾ ഡിസ്പെൻസറി. അതിൽ നിന്ന് വലുതായി ഈ 43 വർഷങ്ങൾക്ക് മുമ്പ് ഈ ആശുപത്രി പണിയൊക്കെ നടക്കുമ്പോൾ അന്ന് 8-9 വയസ്സ് ഉള്ളവരെ ഈ റാമ്പൊക്കെ പണിയുന്ന കാലത്ത് അതുകൂടെ ഓടി നടന്ന് ഉഴുത് ഒക്കെ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഈ ആശുപത്രി വളർച്ചയിൽ വളരെ സന്തോഷിക്കുന്നവനാണ് ഞാൻ. കാരണം കുത്തരിച്ചൻ പറഞ്ഞതുപോലെ ഒല്ലുകാർക്ക് എന്നും ആശ്രയമായ ഒരു സ്ഥാപനമാണിത്. എൻ്റെ അപ്പനും അമ്മയാണെങ്കിലും എന്തെങ്കിലും വന്നാൽ ഇവിടെ ഒന്ന് വന്നു പോവാൻ, ഞാൻ ജൂബിലി ഡയറക്ടറായിട്ടും ഇവിടേക്ക് വരാനൊരു, ഇവിടെ വന്ന് പോകാനുള്ളൊരു താല്പര്യം കാണിച്ചിരുന്നു. അപ്പോൾ 43 വർഷം പൂർത്തിയാക്കുമ്പോൾ എല്ലാ അനുഗ്രഹ ആശംസകളും വീണ്ടും തരുന്നു. CMC സഭ 100 വർഷം പൂർത്തിയാക്കി ആതുര സേവന സംഘത്ത് ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാനുള്ള തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരമാകട്ടെ. ഇന്ന് ജൂബിലി മിഷൻ ആശുപത്രി 1951 തുടങ്ങിയത്. 74 വർഷം പൂർത്തിയാക്കി 75ാം വർഷത്തിലേക്ക്, പ്ലാറ്റിനം ജൂബിലിയിലേക്ക് ജൂബിലി മിഷൻ ആശുപത്രി കടക്കുകയാണ്. ഞങ്ങൾ ജൂബിലി ആവശ്യമ്പോൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സ്ഥാപനം ഇത്രയും കാലം നിലനിൽക്കണമെങ്കിൽ, നിലനിന്നിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ പ്രവർത്തിച്ച ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും നഴ്സുമാരും സ്റ്റാഫ് അംഗങ്ങളും അവരുടെ ത്യാഗങ്ങളും അതൊക്കെ ഓർക്കാനുള്ള സമയമായിട്ടാണ് ജൂബിലി ആഘോഷങ്ങൾ ഞങ്ങൾ തീർക്കുന്നത്. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഇന്ന് ഇവിടെയുള്ളവർക്ക് എല്ലാ ആശംസകളും നേരുന്നു. കഴിഞ്ഞ ആഴ്ച ചായ് എന്ന സംഘടനയുടെ ഒരു ആനുവൽ കേരള ചാപ്റ്റർ ജനറൽ ബോഡി നടന്നിരുന്നു. പാലക്കാട് യുവക്ഷേത്ര പാസ്റ്റർ സെൻ്ററിൽ വെച്ചാണ് ഞങ്ങൾ കൂടിയത്. കേരളത്തിലെ കാത്തലിക് ഹോസ്പിറ്റലുകളിലെ പ്രതിനിധികളാണ് പങ്കെടുത്തത്. അച്ഛന്മാരും സിസ്റ്റേഴ്സും 180ഓളം പേര് അതിൽ പങ്കെടുത്തു. വിൻസെൻ്റ് പോളിൽ നിന്നും വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കൂടിയിരിക്കുമ്പോഴൊരു നല്ലൊരു ഫീലിംഗാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നവരെ, അവരുടെ അസ്വസ്ഥതകൾ മനസ്സിലാക്കുന്നവരെ, സന്തോഷങ്ങൾ മനസ്സിലാക്കുന്നവരെ ഒക്കെയായിരുന്നു. ആ ഒരു ഫീലിങ്ങോടുകൂടി ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 2 വർഷം ഏങ്ങണ്ടിയൂർ ഹോസ്പിറ്റലിലായിരുന്നു, കോസ്റ്റൽ ഏരിയയിൽ. അപ്പോൾ ജൂബിലി മിഷൻ ആശുപത്രിയെക്കാളും ബുദ്ധിമുട്ടായിരുന്നു ഏങ്ങണ്ടിയൂർ. അവിടെ ഏത്തോട്ട് സെഡ് വരെ നമ്മൾ തന്നെ ചെയ്യണം. ചെറിയ ആശുപത്രികളിലാണ് വലിയ ആശുപത്രികളിലും ബുദ്ധിമുട്ട് എന്ന് എനിക്കറിയാം. കാരണം വലിയ ആശുപത്രി ആകുമ്പോൾ തലവേദനകളുണ്ട്, എന്നാലും ഒരു ലെയർ കൂടിയുണ്ട് സഹായിക്കാനായിട്ട്. അപ്പോൾ ഈ ആശുപത്രി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹാശംസകളും നേരുന്നു. ജൂബിലി മിഷൻ കുടുംബത്തിൻ്റെ പ്രത്യേക പ്രാർത്ഥന, അച്ഛന്മാരൊക്കെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ ആദ്യമേ തന്നെ സെൻറ്റ് വിൻസെൻ്റ് പോൾ ആശുപത്രിക്ക് 43ാം ആനുവൽ ഡേ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾ ഈ സമൂഹത്തിന് ചെയ്യുന്ന നിരവധിയായിട്ടുള്ള സേവനങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. CMC സഭ 100 വർഷമായിട്ട് ഈ ആതുര ശുശ്രൂഷ രംഗത്തുണ്ട് എന്നറിയുന്നതിൽ തന്നെ ഏറെ അഭിമാനം. ചാവറ പിതാവ് സഭ സ്ഥാപിക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസ മേഖലകളിലും ആതുര ശുശ്രൂഷ മേഖലകളിലും നമ്മളുടെ വൈദികരും സിസ്റ്റേഴ്സും
കാലുകൾ ഉറപ്പിക്കണമെന്ന് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ പടി പിടിച്ചുകൊണ്ട് തന്നെയാണ്, ചൂട് പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ആതുര ശുശ്രൂഷ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ ആതുര ശുശ്രൂഷ രംഗം എന്നുള്ള വാക്കിൽ ശുശ്രൂഷ എന്നുള്ള ഒന്നുണ്ടെങ്കിലും ഇന്ന് ചികിത്സ ഒരു കച്ചവട സംസ്കാരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്തിൽ തന്നെ ചികിത്സ ഒരു ശുശ്രൂഷയാണോ അതോ ഒരു കച്ചവടമാണോ എന്നുള്ള ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കോർപ്പറേറ്റുകളുടെ കയ്യിൽ ചികിത്സാ രംഗങ്ങൾ എത്തിച്ചേരുന്ന ഈ കാലഘട്ടത്തിലും വളരെ വലിയ നിശ്ചയദാർഢ്യത്തോടുകൂടെ തന്നെ CMC സഭ ഈ ഒരു വലിയ മിഷൻ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇവിടെ ഈ 43 വർഷം ഈ സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ ആശുപത്രി കുറേ രോഗികളെ ശുശ്രൂഷിച്ചു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു വലിയ ഹീലിംഗ് മിനിസ്ട്രിയാക്കി അവർ ഏറ്റെടുത്തപ്പോൾ ആ രോഗികളുടെ കുടുംബാംഗങ്ങളെ പോലും കാണാനും മനസ്സിലാക്കാനും അവരോട് കാരുണ്യം കാണിക്കാനുമുള്ള വലിയ മനസ്സാണ് ഇവിടെയുള്ള സിസ്റ്റേഴ്സ് കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഏത് ആശുപത്രി രംഗത്ത് ജോലി ചെയ്യുമ്പോഴും, ഏത് കോൺഗ്രിഗേഷൻ ആണെങ്കിലും, രൂപതാ തലത്തിലാണെങ്കിലും, വൈദികരാണെങ്കിലും ഒക്കെ ഈ സേവനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സിലുള്ളത് രോഗികൾ മാത്രമല്ല, അവർക്ക് പുറകിലുള്ള വലിയൊരു ലോങ് ക്യൂ ഉണ്ട്, അവരുടെ സ്വപ്നങ്ങളുണ്ട്, അവരുടെ വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട്. ഇതിനെയൊക്കെയാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. ഈ സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ ആശുപത്രിയും അത് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നത്. ഒരു വാക്ക് ഇവിടെയുള്ള ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിനോടും സ്റ്റാഫ് അംഗങ്ങളോടും നിങ്ങളോട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ, ഒരു ക്യൂരിയോസിറ്റിയിൽ ചോദിക്കുന്നതാണ്. നിങ്ങൾ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സിനോട് ആരെങ്കിലും ഇന്ന് 3 മണി വരെ നിങ്ങളിരുന്ന് OPയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, തിയേറ്ററിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ICUയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രോഗി അല്ലെങ്കിൽ ആ രോഗിയുടെ വീട്ടുകാർ സാറേ ഭക്ഷണം കഴിച്ചായിരുന്നോ, സാർ ഇന്ന് ഭക്ഷണം കഴിച്ചായിരുന്നോ, സാർ ഇന്നലെ രാത്രി ഉറങ്ങിയിരുന്നോ എന്ന് ഏതെങ്കിലും ഡോക്ടേഴ്സിനോടോ ഇവിടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും നേഴ്സുമാരോടോ സ്റ്റാഫിനോടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ആരും ചോദിക്കില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വൈകിപ്പോയി, എന്തുകൊണ്ട് ഭക്ഷണം വന്നില്ല എന്ന് നേഴ്സുമാരോട് ചോദിക്കുമ്പോഴും അവർ അന്വേഷിക്കുന്നില്ല ഈ നേഴ്സുമാർ ഭക്ഷണം കഴിച്ചോ എന്ന്. ഇവിടെ OPയിൽ നിന്ന് ഞങ്ങളെയും കൂടി കണ്ടിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുന്ന രോഗികളും അവരുടെ കൂട്ടുകാരും ചോദിക്കുന്നില്ല ഡോക്ടർ ഭക്ഷണം കഴിച്ചോ എന്ന്. അതാണ് ഈ ലോകം. എന്നിട്ടും നിങ്ങളൊക്കെ ചെയ്യുന്ന ഈ ത്യാഗം ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ഇതൊക്കെ മറന്ന്, ഇതൊന്നും ആഗ്രഹിക്കാതെ നിങ്ങൾ ചെയ്യുന്ന നിസ്വാർത്ഥ സേവനത്തെയാണ് ഞാൻ പറയുന്ന ഹീലിംഗ് മിനിസ്ട്രി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ വലിയ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ ആശുപത്രിയിലെ എല്ലാ ജോലിക്കാരെയും, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾ ചെയ്യുന്ന വലിയ സേവനത്തിന്, ഈ നാടിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. സ്റ്റേജിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് 43ാം വർഷ ആഘോഷങ്ങൾ നടത്തുന്ന വിൻസെൻ്റ് ഇപ്പോൾ ഹോസ്പിറ്റലിലെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഈ 100 വർഷം സേവനത്തിൻ്റെ 100 വർഷം പിന്നിട്ടിരിക്കുന്ന CMC സിസ്റ്റേഴ്സിനെ, അത് തുടങ്ങുവാൻ കാരണമായ നമ്മുടെ ജനറൽ ആശുപത്രിയിലെ ഇപ്പോഴത്തെ സൂപ്രണ്ടായിട്ട് നിൽക്കാൻ എനിക്ക് ദൈവം തന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. എൻ്റെ ഓർമ്മയിൽ എനിക്ക് വരുന്നത്, ഞാൻ 1990 MBBS കഴിഞ്ഞ് ചൂണ്ടല ആസ്പത്രിയിൽ ജോയിൻ ചെയ്ത സമയമാണ്. ഏകദേശം ഞാൻ അത് 10 കൊല്ലത്തോളം അവിടെ വർക്ക് ചെയ്യുകയുണ്ടായി. 99 ഒക്ടോബറിലാണ് എനിക്ക് ഗവൺമെൻറ് സർവീസ് കിട്ടിയിട്ട് അവിടുന്ന് മാറിയത്. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നത് നമ്മുടെ സിസ്റ്റർ ഗൽഗാനിമ്മ സിസ്റ്ററാണ്. ഇപ്പോൾ മൺമറഞ്ഞു പോയ ഗൽഗാനിമ്മ സിസ്റ്റർ ആയിരുന്നു അന്ന് എൻ്റെ അഡ്മിനിസ്ട്രേറ്റർ. അന്ന് എൻ്റെ നേഴ്സിംഗ് സൂപ്രണ്ട് ആയിരുന്നത്
സിസ്റ്റർ ഫെലിഷ്യയാണ് ഇവിടെ ഇരുന്നിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വയ്യാതെ ഈന്റ് പോയിട്ടുണ്ടെന്നാണ്. സിസ്റ്റർ കെന്നി ഇവിടെ ഇരിക്കുന്നുണ്ട്. സിസ്റ്റർ ആനി ജോസ് ഇവിടെ ഉണ്ട്. അതുപോലെ സിസ്റ്റർ സ്റ്റെഫി ഉണ്ട്. ഇവരൊക്കെ എനിക്ക് പരിചയമുള്ളവരായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നെങ്കിൽ, ആ 9 വർഷം അല്ലെങ്കിൽ 10 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്ത ആ 10 വർഷം എൻ്റെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു. സ്വന്തം കുടുംബത്തിൽ ഞാൻ സ്റ്റെഫി സിസ്റ്റർ വിളിക്കാൻ വന്നപ്പോൾ, ക്ഷണിക്കാനായിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ, ഞാനൊരു ഒന്നുപോലും പറയാതെ ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഞാൻ എന്തായാലും വരും. ഇന്ന് വീട്ടിലെ ശനിയാഴ്ചയാണ്, അറിയാം, അത്യാവശ്യം OP ഉണ്ട്. വൈഫ് വിളിച്ചു പറഞ്ഞു, ഒരു 10-25 പേര് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരോടും പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഇന്ന് ഇവിടെയാണ്, അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, ഇത് എൻ്റെ ഒരു കുടുംബം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ 10 വർഷം ഞാൻ അവിടെ ചൂണ്ടൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത സമയം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമായിട്ട് ഞാൻ കരുതുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറായിരുന്നു. ഞാൻ 4 മണിക്ക് പോകുമ്പോൾ സിസ്റ്റർ കെന്നി സിസ്റ്റർ അവിടെ ഒരു ചായയും ഒരു കടിയും വെച്ചിട്ടുണ്ടാവും. ഡോക്ടറെ ആ റൂമിൽ, റെക്കോർഡ് റൂമിൽ അത് വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോകണം കേട്ടോ. ഒരു വളരെ എനിക്ക് എൻ്റെ ഒരു വലിയ ചികിത്സയുടെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് 1-2 മാസം ഇവിടെ വീട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഗൽഗാനിമ സിസ്റ്റർ തന്നിട്ടുള്ള സപ്പോർട്ട്, ഡോക്ടർ ധൈര്യമായിട്ടിരുന്നു, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളിവിടെ അമ്മമാരിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ശക്തി എനിക്ക് ജീവിതത്തിൽ ശരിക്കും അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും, അപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ എല്ലാ ആളുകൾക്കും രോഗമുണ്ടാവട്ടെ എന്ന് ആശംസിക്കാനല്ല, എല്ലാ ആളുകൾക്കും രോഗം ഭേദമായിട്ട് വളരെ നല്ലൊരു സേവനം നിങ്ങളിൽ നിന്ന് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ള സെന്റ് വിൻസെന്റ് പോൾ കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞാനിവിടെ ഈ സ്റ്റേജിലായിരിക്കുമ്പോൾ 5 വർഷം മുൻപ് ഒരു കാർ പാർക്കിംഗ് ഏരിയ മാത്രമായിരുന്ന ഈ ഒരു സ്ഥലം ഒരു ബാംഗ്ലൂർ സിറ്റിയിൽ ഇരിക്കുന്ന ഒരു സ്റ്റൈലിൽ ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വളരെ അഭിമാനത്തോടെയാണ് ഞാൻ പറയുക. കാരണം ഈ ലൈറ്റൊക്കെ ഇട്ട് പണ്ട് ഇവിടെ എങ്ങനെ ഇതിനൊരു അറേഞ്ച്മെന്റ്, ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഓഡിറ്റോറിയത്തിൽ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനൊരു അറേഞ്ച്മെന്റ് ചെയ്ത അഡ്മിനിസ്ട്രേറ്റർക്ക് ആദ്യമായിട്ടൊരു അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മഴ പെയ്തപ്പോഴും നല്ലൊരു കടൽ തീരത്തിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ആകാശം കണ്ട് ഒരു ഓപ്പൺ എയർ ഇരിക്കുന്ന ഒരു നല്ലൊരു ഓഡിറ്റോറിയം, നല്ലൊരു ഫീലായിരുന്നു. അതുപോലെ തന്നെ അലങ്കരിക്കാൻ ഒരു നല്ല സ്ഥലവുമായി അങ്ങനെ വളരെ മനോഹരമായി അലങ്കരിച്ച ഈ പന്തലിലായിരിക്കുമ്പോൾ വിശുദ്ധ വിൻസെന്റ് പോളിന്റെ തിരുനാൾ ഘോഷിക്കുന്ന ഈ സെന്റ് വിൻസെന്റ് പോൾ ഹോസ്പിറ്റൽ കുടുംബാംഗങ്ങൾക്ക് ആദ്യമായി തന്നെ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ 100 വർഷം CMC കോൺഗ്രിഗേഷൻ ഹീലിംഗ് മിനിസ്ട്രിയിൽ പ്രവർത്തിച്ചിട്ട് കടന്നു പോകുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സ്നേഹമുള്ള സഹോദരിമാരെ നന്ദിയോടെ ഓർക്കാനാണ് നമ്മൾ ഈ സമയം വിനിയോഗിക്കുക. പലപ്പോഴും നമ്മൾ ഇങ്ങനെ കാണുന്ന ഒരു പുതിയൊരു ബിൽഡിങ്ങിലായിരിക്കാൻ നല്ല സുഖമാണ്. ഞങ്ങൾക്കൊരു എമ്മാവു ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ സിസ്റ്റർ നയോമി ഷെയർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, എത്രമാത്രം കഷ്ടതയിലൂടെയാണ് ആരംഭത്തിൽ നമ്മുടെ സിസ്റ്റേഴ്സ് ഈ സ്ഥാപനങ്ങളെല്ലാം വളർത്തിക്കൊണ്ടുവന്നത്. ഒരു കുഞ്ഞിനെ എന്ന പോലെ തൻ്റെ ഒരായുസ് മുഴുവൻ കളഞ്ഞ നമ്മുടെ സ്നേഹമുള്ള അമ്മമാർ, അതെല്ലാം നന്ദിയോടെ ഓർക്കാനുള്ളൊരു ദിവസമായിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസത്തെ കാണുക. ഏറെ പ്രത്യേകമായി നമ്മുടെ ജനറൽ കൗൺസിലർ സിസ്റ്റർ ആനി തോമസ് അമ്മ എല്ലാ സിസ്റ്റേഴ്സിനെയും CMC മുഴുവനായും ഹീലിംഗ് മിനിസ്ട്രിയെ മാക്സിമത്തിൽ ഉയർത്തണം, വളർത്തണം എന്നുള്ളൊരു ചിന്തയാണ് ഈ 100ാം വാർഷികം ഓർക്കാൻ തന്നെ ഒരു കാരണം. സിസ്റ്റർ ആനി തോമസ് ആണ് ഇതാദ്യമായിട്ട് നമ്മളിത് ആഘോഷിക്കണം. അത് തൃശ്ശൂർ പ്രോവിൻസിൽ തന്നെ ലഭിച്ചതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുക. ഇവിടെ നിന്ന് ആരംഭിച്ചെങ്കിലും ഇങ്ങനൊരു അവസരം ലഭിക്കുക എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. സിസ്റ്റർ ആനി തോമസിന്റെ വലിയ സപ്പോർട്ട് എപ്പോഴും ഈ ഹീലിംഗ് മിനിസ്ട്രിക്ക് ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷത്തോടെ നന്ദിയോടെ ഈ സമയം ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ സ്നേഹമുള്ള പ്രൊവിൻഷ്യാളമയാണെങ്കിലും
ഈ ഹീലിംഗ് മിനിസ്ട്രിയിലെ അംഗങ്ങളോട് വലിയ ഒരു കരുതലുണ്ട് എന്ന് എനിക്ക് എടുത്തു പറയാതെ വയ്യ. കാരണം ഇതിൻ്റെ ഭാഗമായിട്ട് പ്രോവിൻസിൽ നിന്ന് ഞങ്ങൾക്ക് 2 ഡയാലിസിസ് മെഷീൻ 2 ഹോസ്പിറ്റലുകൾക്ക് നൽകി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനെ കുഞ്ഞായി ഇതിനെ വളർത്തിക്കൊണ്ടുവന്ന അമ്മമാർ തുടങ്ങി ഇപ്പോഴും ഉള്ള നമ്മുടെ അധികാരികളുടെ സേവനവും പരിചരണവുമായിട്ട് വലിയ മനോഹരമായിട്ട് തന്നെയാണ് ഈ ആതുരാലയ ശുശ്രൂഷ രംഗം നന്നായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അഭിമാനത്തിൻ്റെ ഒരു നിമിഷമാണ് എന്ന് ഞാൻ പറയാതിരിക്കാൻ വയ്യ. കാരണം പലപ്പോഴും നമ്മുടെ ഈ ഹോസ്പിറ്റലിലെ എനിക്കറിയാം ഒരു 10 വർഷത്തെ ചെറിയൊരു എക്സ്പീരിയൻസിൽ നിന്നും മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ വിഷമമാണ്. പലപ്പോഴും ആതുര ശുശ്രൂഷ രംഗം ഒരു പ്രസ്ഥാനമായും ഒരു വിലപേശുന്ന കമ്പോളമായും തരം താഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെയെല്ലാം ഒരു യേശു സാക്ഷ്യത്തിൻ്റെ പ്രകാശ ഗോപുരമാകുവാൻ ഇനിയും CMC ഹീലിംഗ് മിനിസ്ട്രിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി തിരുനാട് മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ഏറെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ആശുപത്രിയുടെ 43 വർഷവും പിന്നെ ആതുര സേവന രംഗത്ത് CMC സന്യാസ സമൂഹത്തിൻ്റെ 100 വർഷവും തികയുന്നതാണല്ലോ. ഇതിനുവേണ്ടി പ്രത്യേകിച്ച് എല്ലാവരെയും ആശംസ പറയുന്നു. വിൻസെൻ്റ് പുണ്യവാളൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ഏറെ പരിശ്രമങ്ങളും ത്യാഗോജ്വലമായ ജീവിതം നയിച്ച വിശുദ്ധൻ്റെ വിൻസെൻ്റ് പോളിനെ വിനയപൂർവ്വം നമിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും സമയത്തിൻ്റെയും സമ്പത്തിൻ്റെയും എല്ലാ കഴിവുകളുടെയും ഒരു ഓഹരി പാവങ്ങൾക്കായി മാറ്റിവെക്കാനുള്ള ഒരു നല്ല മനസ്സ് എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയോടെ ഒരു പുതിയ തലമുറ വളർന്നു വരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ മംഗളങ്ങൾ. വിൻസെൻ്റ് പോൾ ഹോസ്പിറ്റലിൻ്റെ ആനിവേഴ്സറിയുടെ 43-ാം വർഷത്തിൻ്റെ പിന്നെ നമ്മുടെ സന്യാസ സമൂഹത്തിൻ്റെ 100 വർഷത്തിൻ്റെ അത് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, CMC ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവേശിച്ചതിൻ്റെ 100 വർഷത്തിലെത്തി നിൽക്കുമ്പോൾ നിർമ്മല പ്രോവിൻസിന് ഇരട്ടി മധുരം. കാരണം മറ്റൊന്നുമല്ല, ഈ ശതാബ്ദി ഘോഷത്തിന് സമാപനം കുറിക്കാൻ നിർമ്മല പ്രോവിൻസിന് സാധിച്ചു എന്നതും നിർമ്മല തനയർ തന്നെയാണ് ആദ്യ ചുവടുവെപ്പ് വെച്ചതും എന്നത് ഈ ആഹ്ലാദത്തിന് തിളക്കം കൂട്ടുന്നു. സ്നേഹമുള്ളവരെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വിശുദ്ധ വിൻസെൻ്റ് പോൾ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് ഈ ആഹ്ലാദത്തിന് തിരശ്ശീല വീഴുമ്പോൾ വിശുദ്ധ വിൻസെൻ്റ് പോൾ എന്തൊക്കെയോ നമ്മോട് പറയുന്നത് പോലെ സൃഷ്ടപ്രപഞ്ചത്തിന് രൂപവും ഭാവവും നൽകിയത് ദൈവമാണ് എന്ന ആഴമായ ബോധ്യത്തോടെ താൻ എത്രയോ നിസ്സാരനാണെന്ന് ആഴമായ ചിന്തയിൽ നിന്ന് വിശുദ്ധ വിൻസെൻ്റ് പോൾ തൻ്റെ ജീവിതം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഒഴിഞ്ഞുവെച്ചു. ഒരിക്കൽ ഒരു 8 വയസ്സുകാരൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് തൻ്റെ അനുജനെ എടുത്തു പിടിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ ഭിക്ഷയാചിച്ച് നിൽക്കുന്നത് ഒരു യാത്രികൻ കണ്ടപ്പോൾ അവനോട് ചോദിച്ചു, നീ ഇത്രയും ഭാരവും പേറി നിൽക്കുന്നത് എന്തിനാണ്? ആ ചോദ്യത്തിന് 8 വയസ്സുകാരൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, ഇത് ഭാരമല്ല, ഇതെൻ്റെ അനുജനാണ്, അവൻ എൻ്റെ സ്നേഹമാണ്. അതെ, സ്നേഹത്തിന് ഭാരമില്ല. ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോഴെല്ലാം നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കാൻ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായി വരും. അപ്പോഴെല്ലാം പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ പ്രവർത്തിക്കാൻ സാധിച്ചാൽ നമ്മെ സമീപിക്കുന്നവർക്ക് സ്നേഹത്തിൽ ചാലിച്ച പുഞ്ചിരി നൽകാൻ, സ്നേഹം നിറഞ്ഞ പരിചരണങ്ങൾ നൽകാൻ, സ്നേഹത്തിൽ കുതിർന്ന പ്രതികരണങ്ങൾ നൽകാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം സാർത്ഥകമായി. അതിനെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം CMC ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇനിയും നല്ല സമരായനെ പോലെ സ്വയവും സ്വന്തവും ഒഴിഞ്ഞുവെച്ച് ധാരാളം മക്കൾക്ക്
ആശ്വാസവും താങ്ങും തണലുമായി ഉയരങ്ങളിലേക്ക് പറന്നു ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഞാൻ എല്ലാവർക്കുമുള്ള നന്ദി ഇവിടെ പറയുകയാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഇന്നിൻ്റെ ഈ സായം സന്ധ്യ വളരെ അനുഗ്രഹപ്രദമാക്കാൻ ഇവിടെ വന്ന് സഹകരിച്ച, സാന്നിധ്യം നൽകിയ നിങ്ങൾക്കേവർക്കും നന്ദി പറയുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുക. കർത്താവ് നമുക്ക് നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ആദ്യമേ നല്ല ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ആതുര ശുശ്രൂഷ മേഖലയുടെ 100ാം വാർഷികവും സെൻറ്റ് വിൻസെൻ്റ് പോൾ ഹോസ്പിറ്റലിൻ്റെ 43ാം വാർഷിക ദിനവും ഉദ്ഘാടനം ചെയ്ത ഓണറബിൾ മിനിസ്റ്റർ അഡ്വക്കേറ്റ് VK രാജൻ തൻ്റെ ഉത്തരവാദിത്തമേറിയ ജോലി തിരക്കുകൾക്കിടയിലും ഈ സ്ഥാപനത്തിൽ വന്ന് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്ത മിനിസ്റ്ററിനെ അഗൈതവുമായ നന്ദികൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഏതൊരാവശ്യത്തിലും ഓടിയെത്തുകയും സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടതായ എല്ലാ സഹായങ്ങളും സഹകരണവും നിർദ്ദേശങ്ങളും ചെയ്തു തരുന്ന ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച ബഹുമാന പ്രൊൻഷാളമ്മയ്ക്ക് ഏറെ സ്നേഹത്തോടെ നന്ദികൾ അർപ്പിക്കുന്നു. ഇടവക തിരുനാളിനോടനുബന്ധിച്ചുള്ള തിരക്കുകൾക്കിടയിലും ഓടിയെത്തി നമ്മുടെ സ്ഥാപനത്തിൻ്റെ വാർഷികാഘോഷത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി നമ്മെ ഉണർവുള്ളവരാക്കിയ വികാരിയച്ഛൻ റവറൻ ഫാദർ വർഗീസ് കൂത്തൂരിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. CMC സിസ്റ്റേഴ്സ് ആതുര ശുശ്രൂഷ മേഖലയിൽ കടന്നു ചെന്നതിൻ്റെ 100ാം വാർഷികം അനുസ്മരിക്കുന്ന ഈ സുദിനത്തിൽ പിന്നിട്ട നാൾ വഴികളെ കണ്ടെത്തി അത് സമൂഹത്തിൻ്റെ മുൻപിൽ അവതരിപ്പിച്ച് നമ്മുടെ സേവനങ്ങളെ വിലയിരുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സിസ്റ്റർ ഡോക്ടർ ആനി തോമസിന് സിസ്റ്ററിനോടുള്ള നന്ദിയും സ്നേഹവും ഒത്തിരി സന്തോഷത്തോടെ അറിയിക്കുന്നു. തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ കുടുംബത്തോടുള്ള സ്നേഹവും കരുതലും പ്രകടിപ്പിച്ച് ആശംസകൾ അർപ്പിച്ച ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ റവറൻ ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ, അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ റവറൻ ഫാദർ ജൂലിയസ് അറക്കൽ CMI, ജനറൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടന്റ് ഡോക്ടർ താജ് പോൾ പനക്കൻ, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ സനോജ് കെ പോൾ, സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ റവറൻ സിസ്റ്റർ ചെറുപുഷ്പം CMC, സെൻറ്റ് വിൻസെൻ്റ് പോൾ ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, സെൻറ്റ് വിൻസെൻ്റ് പോൾ കോൺവെൻറ്റ് സുപ്പീരിയർ സിസ്റ്റർ ജോളി തെരേസ് CMC എന്നിവരോടും ഞങ്ങൾക്കുള്ള നന്ദി ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട റവറൻ ഫാദേഴ്സ്, സിസ്റ്റേഴ്സ്, നല്ലവരായ നാട്ടുകാർ, ഗുണകാംക്ഷികൾ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ആശുപത്രിയുടെ എല്ലാമായ ഡോക്ടേഴ്സ്, ഓൾ സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ്, നിങ്ങളുടെ വിലയേറിയ സഹകരണത്തിന് പ്രത്യേകം നന്ദികൾ അർപ്പിക്കുന്നു. CMC സിസ്റ്റേഴ്സിൻ്റെ ആതുര ശുശ്രൂഷ രംഗത്തെ 100ാം വാർഷിക സമാപനത്തിൽ ഇത് എങ്ങനെ നടത്തും, എന്തെല്ലാം ചെയ്യണം, എവിടെയൊക്കെ പോകണം, ആരെയെല്ലാം വിളിക്കണം തുടങ്ങിയ ചിന്തകളുമായി അഹോരാത്രം അധ്വാനിച്ച ഞങ്ങളുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ അഡ്മിനിസ്ട്രേറ്റർ റവറൻ സിസ്റ്റർ സ്റ്റെഫിക്ക് നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ ഞങ്ങൾ അർപ്പിക്കുന്നു. നിർമ്മല പ്രോവിൻസിൻ്റെ മെഡിക്കൽ കൗൺസിലറായ സിസ്റ്റർ സ്റ്റെഫി തൻ്റേതായ തിരക്കുകൾക്കിടയിലും സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഒട്ടും കുറവ് വരുത്താതെ എല്ലാ കാര്യങ്ങളും എല്ലാവരുമായി ആലോചിച്ചും ചർച്ച ചെയ്തും ഈ പരിപാടി മനോഹരമാക്കാൻ അക്ഷീണം പരിശ്രമിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യനാഥനിൽ നിന്നും ശക്തി സംഭരിച്ച് തൻ്റെ പ്രവർത്തന രംഗത്തെ നോക്കിക്കാണാൻ സിസ്റ്റർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളും മനോഹരമാക്കാൻ കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടതായ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ട് ശാന്തമായി സിസ്റ്റർ കാര്യങ്ങൾ നടത്തിൽ പോന്നു. സിസ്റ്ററിൻ്റെ എല്ലാ അധ്വാനത്തിനും നല്ല മനസ്സിനും തമ്പുരാൻ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു. സിസ്റ്ററിനോടൊപ്പം വലങ്കയായി പ്രവർത്തിച്ച എല്ലാവർക്കും ഈ സമയം നന്ദി പറയുന്നു. അവസാനമായി
സ്റ്റേജ് അറേഞ്ച് ചെയ്ത വർഗീസ് പൊന്തേക്കൻ അവറുകൾ, ജോസ് പറമ്പൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിച്ച മാന്താസ് സൗണ്ട്സ്, രുചികരമായ ഭക്ഷണം അറേഞ്ച് ചെയ്ത 3 Men കാറ്ററിംഗ് അങ്കമാലി, LED സ്ക്രീൻ ഒരുക്കിയ മാജറ്റ്, പരിപാടികൾ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സിസ്റ്റർ ലിസ്മി, തീർത്ഥം സ്റ്റുഡിയോ ജോഫി എന്നിവർക്കും എല്ലാവരുടെയും പേരിൽ നന്ദികൾ അർപ്പിക്കുന്നു. ഇനി നന്ദി പറയുവാനുള്ളത് ഇതിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദുവായ പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാന ഏറ്റവും അനുഗ്രഹപ്രദമാക്കാനും മനോഹരമാക്കാനും എത്തിച്ചേർന്ന ജനറാളച്ചനും സഹവൈദികനും ഗാന ശുശ്രൂഷയിലൂടെ ദൈവത്തെ പാടിസ്തുതിച്ച എല്ലാ ഗായകർക്കും, വളരെ മനോഹരമായി ദേവാലയം അലങ്കരിച്ച എല്ലാ സിസ്റ്റേഴ്സിനും, ഇതിൻ്റെ ഒപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം നന്ദികൾ അർപ്പിക്കുന്നു. തുടർന്നുള്ള കലാപരിപാടികൾ ആസ്വദിക്കാനും ഒരുക്കിയിരിക്കുന്ന സ്നേഹവിരുന്നിലേക്കും എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാറ്റിനും നന്ദി നന്ദി നന്ദി. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിയിൽ സുരഭില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണു നിന്റെ അധരം. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. വെണ്ണിലാവിന്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. വെണ്ണിലാവിന്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. മാരോത്സവത്തിൻ മന്ത്രകേളി മന്ദിരത്തിങ്കൽ മഴത്തുള്ളി പൊഴിക്കുന്നു മുകിൽ പക്ഷിയുടെ നടനം. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം. കന്മദം പോലെ ഗന്ധമാർന്നൊരീ കാൽപ്പടം മൂടുവാൻ, നൂപുരം കോർത്തു ചാർത്തുവാൻ മിന്നൽ നൂലുമായി നിൽക്കവേ. കന്മദം പോലെ ഗന്ധമാർന്നൊരി കാൽപ്പടം മൂടുവാൻ, നൂപുരം കൂർത്തു ചാർത്തുവാൻ മിന്നൽ നൂലുമായി നിൽക്കവേ. ദേവി വരപ്രസാദം തേടി വരുന്നോരൻ്റെ ഇടനെഞ്ചിൽ മിടിക്കുന്നതിടയ്ക്കതൻ സ്വരജതിയോ. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണു നിന്റെ അധരം. തിരനുറയും ചുരുൾമുടിയിൽ
സാഗര സൗന്ദര്യം സരി ഗമ ഗമ സരി ഗമ ഗമ സരി ഗമ ഗമ ധനി ധനി ഗമ ധനി ധനി ഗമ ധനി മദ നിജ നിജ മദ നിജ നിജ മദ നിജ ധനി ജ ധനി ജ ധനി ജ ധനി ജ ധനി ജ ഗമ നിജ നിജ ധനി ധനി മദ മദ ഗമ ഗമ രിഗ രിഗ സരി സരി നിജ രിഗ നിജ രിഗ നിജ ഗമ ധനി സ ഗമ. നെഞ്ചില് പഞ്ചാരപ്പാലല്ല തേനല്ല പൊള്ളുന്ന തീക്കനല കണ്ണില് മന്ദാരപ്പൂവല്ല കാണ് നീ കണ്ണീരിൻ പൂമഴയാ നെഞ്ചില് പഞ്ചാരപ്പാലല്ല തേനല്ല പൊള്ളുന്ന തീക്കനല കണ്ണില് മന്ദാരപ്പൂവല്ല കാണ് നീ കണ്ണീരിൻ പൂമഴയാ പുഞ്ചിരിയാണേലും ഉള്ളിൽ കൊള്ളും മുള്ളാണേ ചങ്കില് നോവിന്റെ കല്ലൻ കല്ലാണേ കണ്ണൊന്നടച്ചാലും മുന്നിൽ വന്നേ നിപ്പാണേ മാറ്റാലും മായുന്നില്ലേ നേരാ നേരാ മഴവിൽ ചേല നെഞ്ചോട് ചേർത്തവളാ പാടാ പാടാ മറക്കുവാൻ പാടാ അനുരാഗത്തീ കടലാ ശോകം വേണ്ട മൂകം വേണ്ട കൂട്ടായി ഞങ്ങളിലേ നിന്നെ വേണ്ടേ നിനക്കും വേണ്ട വല്ലാണ്ട് നിനച്ചിടല്ലേ അഴകായി ഒഴുങ്ങി വന്നാൽ മിന്നാട്ടം അസുര തല പറക്കും തുള്ളാട്ടം ആണ്ടവൻ ഇറങ്ങി വന്നാൽ തീയാട്ടം ആരും മതിമറക്കും വെള്ളാട്ടം മൂലോകം കൈകൂപ്പും ആയത്തേരോട്ടം കടലേഴും പിന്മാറും ആഴക്കണ്ണോട്ടം താരച്ചേലാട്ടം തനിയെ പോരാട്ടം നടനത്തിക പറയും കളിയാട്ടം ആട്ടം അഴകായി ഒഴുകി വന്നാൽ മിന്നാട്ടം അസുര തല പറക്കും തുള്ളാട്ടം ആണ്ടവൻ ഇറങ്ങി വന്നാൽ തീയാട്ടം ആരും നദി മറക്കും വെള്ളാട്ടം இறங்கி வந்தாச்சு கடலை கொந்தளிக்கும் சுனாமியே உண்டாச்சு மணிக்கா வெளுச்சி எதுக்கா எனர்ஜி தலையை சுத்த வைக்கும் சுறாவலி பொண்ணாச்சு பட்டன்னு பார்த்தாலே பல்சேக்கும் பாடி கொட்டுபா மீன் எல்லாம் கூத்தாடுமே இரவ கலராக்கும் ஜலேபி லேடி சால்ட்டும் நான் தொட்டா ஸ்வீட் ஆகுமே
സോനിയ സോനിയ जब जब सांसें भरती हो तेरे दिल के गलियों से मैं हर रोज गुजरती हूँ हवा के जैसे चलता है तो मैंने तुझे से उड़ती हूँ कौन तुझे यूं प्यार करेगा जैसा मेरे करती हूँ मेरी नजर का सफर तुझ पे आके रुके कहने को बाकी है क्या कहना था चुप कह चुके मेरी निगाहें तेरी निगाहों की तुझे खबर क्या बेखबर मैं तुझसे ही छुप छुप कर तेरे आगे बढ़ती हूँ कौन तुझे यूं प्यार करेगा जैसा मैंने करती हूँ तू जो मुझे यहाँ मिला सपने हुए सर फिरे हाथों में आते नहीं उड़ती उंगली मेरी मेरी हंसी तुझसे मेरी खुशी तुझसे तुझे खबर क्या बेखबर जिस दिन तुझको पाने तो पागल पागल बिरती हूँ कौन तुझे यूं प्यार करेगा जैसा मैं
എങ്കടുക്കെ വന്നടുക്കും വെമ്പറന്നോളെ സമ്മതമോ കന്മതമോ നിൻകട കണ്ണി കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ മനസമ്മത പൂനിൻ കൊതിപ്പോ കണ്ണിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ ചിന്നാരം കാലിക്കൊള്ളാം ഞാൻ ಎಂಟೆಟುಕೆ ವನ್ನಡುಕುಂ ಪೆಂಬರನೋಳೆ ಸನ್ಮತಮೋ ಕನ್ಮತಮೋ ನಿನ್ ಕಡಕಣ್ಣಿಲ್ കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ മനസമ്മത പൂനിൻ കൊതിപ്പൂ കണ്ണിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ ചിന്നാരം കാലിക്കൊള്ളാം ഞാൻ എന്താ വച്ചിക്ക உணவோட இருப்பிடம் உழவனுக்கும் கிடைக்கணும் அவ அனுபவிச்ச மிச்சம் தான் ஆண்டவனுக்கு படைக்கணும் ஆலமர பள்ளிக்கூடம் ஆக்ஸ்போர்டா மாறணும் நீ தாய்மொழியில் கல்வி கற்று தமிழ்நாட்டை உயர்த்தணும் காலம் கடந்து போச்சுன்னு கவலைப்பட்டு எங்காதே கனவு ஜெயிக்க வேணும்னா கண்ணை மூடி தூங்காதே குத்துங்கடா குத்தே எங்கூட சேர்ந்து குத்தே நான் அடிச்சா தாங்க மாட்டேன் 4 மாசம் தூங்க மாட்டேன் மோதி மாதிரி வீட்டு போய் சேர மாட்டேன் കണ്ണത്തി കടകണമുണ്ടത്തി പരലിന്റെ കണ്ണു ജല ജലമ പോട്ടി കണ്ണ് ജല ജലമേ പോട്ടെ മാനത്ത് പറക്കണ ചെമ്പരുന്നിന്റെ കണ്ണ് ജല ജലകി പോട്ടെ പാടം പൂത്ത കരിഞ്ചോടി പൂവരമ്പിൽ വാടി കന്നി മടന്നേ നാടൻ കാറ്റു കിതച്ചോടും രാത്തിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു ഉള്ളിലുദിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാണു നീ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാണു നീ
ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് ഉലകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടിപ്പുഴയിലെ പൂന്തിരകൾ നാമല്ലോ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തെ താളങ്ങൾ പാരിതിൽ നാം പോയിടാം വെണ്ണതി പോലൊഴുകിടാം മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാണു നീ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാണു നീ കായൽ കണിയൂണങ്ങളാകെ മാലയിട്ട മാലകളായി പുൽക്കൂടിനരികിൽ നാം ചേർന്നിരിക്കാം ചുംബന പൂവിതളെന്നിൽ ആദ്യാനുഭൂതികളായി ആദ്യാനുഭൂതികളിൽ ഞാനൊഴുകി ഞാനില്ല നീയില്ല നമ്മളൊന്നാ ഓരോരോ രാവുകളും മോഹനമാ ആരിതിൽ നാമ പ്രിയതരമായൊഴുകി പ്രണയമാ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാണു നീ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാണു നീ Thank you. I know you want it, but you're never gonna get it. तेरे हाथ कभी ना पानी माने ना माने कोई दुनिया ये सारी मेरे इश्क की है दीवानी Hey you, I know you want it, but you're never gonna get it. तेरे हाथ कभी ना आनी माने ना माने कोई दुनिया ये सारी मेरे इश्क की है दीवानी अब दिल करता है हौले हौले से मैं तो खुद को गले लगाऊं किसी और की मुझको जरूरत क्या मैं तो खुद से प्यार जताऊं What's my name? What's my name? What's my name? My name is Sheila. Sheila की जवानी I'm too sexy for you मैं तेरे हाथ ना आनी ना 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 Sheila. Sheila की जवानी I'm too sexy for you मैं तेरे हाथ ना आनी വളയപ്പട്ടി തമില തമില ചുടൽ ബന്ദിലേക്ക് മവല മവല അടിച്ചുമുക്കി പോട്ട മയില മയില എന്ന മായ തെരിയേ മായ തെരിയേ മായ തെരിയേ മായ തെരിയേ വളയപ്പട്ടി തമില തമില ചുടൽ ബന്ദിലേക്ക് മവല മവല അടിച്ചുമുക്കി പോട്ട മയില മയില എന്ന മായ തെരിയേ മായ തെരിയേ നാദസ്വരം പോലെ വന്നാ Shika mama na shika, shika mama na shika mama na shika mama na shika.
ഇത്തിരി ചക്കരനുള്ളിട്ട് ഇത്തിരി സ്നേഹം താ മുന്തിരി ചാറിലുറങ്ങാൻ ഇത്തിരി വേഗം വാ മുന്താടി കൊത്തി കളിക്കാം മുന്താളെ ചുണ്ട കൊരുക്കാം കണ്ണാടം കൊത്തി കളിക്കാം കൂടെ പോരുള്ളേ കണ്ണാടി തൊട്ട് വിളിച്ചാൽ നെഞ്ചാകെ ചന്ദനം ചേരും സിന്ദൂരം സന്ധി പകർന്നൊരു നേരം രതിരാഗം ഈരാവിണ്ണലിട്ട് ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാളെ തനനനെ തനനനനനനെ തനനനനനനെ തനന സാഹിബ തനനനെ തനനനനനനെ തനനനനനനെ തനന സാഹിബ ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം ഇനിയുള്ളിനുള്ളിൽ നീലരാവിലായി നറുവെള്ളിത്തിങ്കൾ നാണമായിടാ മഴ തുള്ളിച്ചാടും പൂങ്കിനാവിലേ ഒരു പുള്ളിക്കുയിലിൻ നീണമായിടാ അടുത്തു
അടുത്തൊരു മായ ചിരി തൂങ്ങി തുടുത്തൊരു പൂവില്ലേ, അടുത്തൊരു മായ ചിരി തൂങ്ങി തുടുത്തൊരു പൂവില്ലേ. പോയൊരു നാളുകളായിരം നോവുകൾ നീന്തിയ മാനസമാകെയുമിന്നു മാമയിലാടണ പൂവനിയാകി അതാരുടെ പാട്ടിൽ മൂവന സാന്ത്വനമേ. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൻ മിന്നാനൊരുങ്ങുന്നു താരം. ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണികളെ. തനനനെ തനനനനനെ തനനനനനെ തനന സാഹിബ തനനനെ തനനനനനെ തനനനനനെ തനന സാഹിബ. താങ്ക് യു.
ചന്ദനമായൻ കരളിൽ പെയ്തു. അറബിക്കനവുകൾ വിടരുമ്പോൾ നീലക്കടലല ഇളകുമ്പോൾ കാനന മുരളിക കോമളരാഗം മന്ദം പാടി. ആരു നീ ലൈലയോ പ്രേമ സൗന്ദര്യമോ? ആരു നീ മജ്നുവോ സ്നേഹ സൗഭാഗ്യമോ? നീയാണെന്നിനവിൽ പ്രിയരാഗ പുലർവാനം. മുത്ത് മുത്ത് മഞ്ഞു മുത്തു പൊഴിഞ്ഞു മെല്ലെ മെല്ലെ മോഹമൊട്ടു വിരിഞ്ഞു. മുത്തം മുത്തം മലരായുണർന്നു മണ്ണും വിണ്ണും വർണ്ണക്കോടി അണിഞ്ഞു. കണിമുല്ലക്കൈവിരലാൽ കവിളിൽ തഴുകുമ്പോൾ പല കോടി കനവാകെ കരളിൽ തൂവി. പെൺകനവ് കണ്ണിൽ നിലാവ് നെഞ്ചിൽ കിനാവ് തൊട്ടാൽ തുളുമ്പും പെൺമനസ്സ്. നീ കാതൽ കൊണ്ട് വാതുളി തൂരയിലേ என்னை கொஞ்ச கொஞ்ச കെഞ്ചം കെഞ്ച കെഞ്ച என்னை கொஞ்ச 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 வா மழையே நெஞ்சம் கெஞ்ச 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 தாமழையே. കിട്ട 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 വാ മഴയേ എന്നെ തൊട്ട് 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 പോ മഴയേ. ചിരിമണി മുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരി മുല്ലേ ചെല്ല നിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ. ചെമ്പകമലരെ കളി പറയാതെ കരിവണ്ടി കൊതി തൊഴിലാതെ മധുവിധുരാവിലെല്ലാം പണ്ടേ പതിവാണല്ലോ. ഓ കണ്ണിണകൾ കടുകു വറുക്കണ
കാണു സുഖമാണല്ലോ, കവിളിണകൾ ചോന്നു തുടിക്കണ പതിവാണല്ലോ. ഒരു വട്ടം കൂടി പറയണതെന്തിനി ഞാൻ Better just tell me, tell me, tell me. സ്നേഹം തൊട്ടു തൊട്ടു തരുമോ, കനവിൽ മുട്ടി മുട്ടി നീ വരുമോ വരുമോ വരുമോ? I just wanna love you ചുണ്ടിൽ തൊട്ട് തൊട്ട് നൽകാം, കനവിൽ മുട്ടി മുട്ടി ഞാൻ തനിയെ പോരാ. இந்த பஞ்சாயத்தில் ஹுங்கு பெருத்தவள் அறிவளோ, அந்த തുഞ്ചാനത്തുള്ള കൊമ്പത്തെ വമ്പത്തി അറിവളോ. പണ്ട് ആദാമിനെ കൊണ്ടാപ്പിള് തീറ്റിച്ച പെണ്ണിവളോ, അന്നേ ആണിന്റെ വാരിയൽ ഉരിക്കാൻ വന്നൊരു പെണ്ണിവളോ. കരളെ നീ വരാൻ കനവും കണ്ടു ഞാൻ, കടവിൽ നിൽക്കയാണിന്നോളവും. കരളേ നീ വരാൻ കനവും കണ്ടു ഞാൻ, കടവിൽ നിൽക്കയാണിന്നോളവും. നോറ്റു നോറ്റു കാത്തു നിന്നു നോക്കി നോക്കി നോറ്റിരുന്നു, കാൽ കുഴഞ്ഞി കൈ കുഴഞ്ഞി. ആറ്റു നോറ്റു കാത്തു നിന്നു നോക്കി നോക്കി നോറ്റിരുന്നു, കാൽ കുഴഞ്ഞ് കൈ കുഴഞ്ഞ്. നാലു നിലപ്പന്തലിൽ ഈ നാലാളും കൂട്ടരുമായി മിന്നുകെട്ടിനെന്നു വരും, എന്നിനി എന്നിനി എന്നു വരും. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു, കല്ലാത്ത് മുക്കുത്തി കല്ലു മിനുങ്ങി. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ, അരികിൽ വരാത്തതെന്തേ? ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ, അരികിൽ വരാത്തതെന്തേ? Body, move your body, come on, move your body, 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 body. If you wanna come with me, shake it and move with me. Can you just do it, oh baby? Let's party, oh my baby. If you wanna come with me, shake it and move with me. Can you just do it, oh baby? Let's party. கருப்பு பேரழகா கண்ணுக்குள்ள நிக்கிறிய ஜோரா, கிழிஞ்சு புட்ட நாரா. கருப்பு பேரழகா கண்ணுக்குள்ள நிக்கிறிய ஜோரா, கிழிஞ்சு புட்ட நாரா. கருப்பு போல ஒரு பேரழகு பூமி எங்கும் இல்ல, நீ கண்ணனோட புள்ள. குங்கும பூ பூட்டையா தின்னு புத்தங்கம்மா பெத்தாளா, அடி பார்த்தா பார்த்தா பழபழன்னு இருக்கிற வெறும் பால புத்தி குளிக்க வச்சாளா. அட கருப்பு கண்ணா வாடா, நான் காத்திருக்க சூடா, உரசி புட்டு போடா, இனி கருப்பு வெள்ளப்படம். செக்க செக்க செவப்பி நீ சேல கட்டின குழுப்பி, உடம்பு நரம்பு எழுப்பி நீ ஒட்டுற புதுப்படம். மலையூரு நாட்டாம மனசை காட்டு பூட்டாம, ஒன்ன போல யாரும் இல்ல மாமா. தஞ்சாவூர் ராசாங்க தாராளமா தந்தாங்க,
ഹൃദയത്തിൽ നിറഞ്ഞൊരീണം ഒരു മുളം തണ്ടിലോടോടി വന്നു ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം ഒരു മുളം തണ്ടിലോടോടി വന്നു ആയ പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയോ ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങോ വട്ടം കിളിവാതിൽ പഴുതിലോടോടുകി വന്നു ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങോ വെട്ടം കിളിവാതിൽ പഴുതിലോടോടി വന്നു ആരാരുമറിയാത്തൊരാത്മാവിൽ തുടിപ്പൂ പോരാലോലം ആനന്ദ നൃത്തമാർന്നു ആലോലം ആനന്ദ നൃത്തമാർന്നു മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി വല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നിറുകയിൽ